നിന്റെ മയ്യത്ത് ആ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ആദ്യമായി നിന്നോട് സംസാരിക്കുന്നത് മുൻകറല്ല നക്കീറല്ല, മുൻകറല്ല നക്കീറല്ല. നിങ്ങളെല്ലാവരും നിന്റെ സുഹൃത്തിനെ വലിച്ചെറിഞ്ഞിട്ട് പോകും സഹോദരാ. ഈ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുമ്പോൾ മയ്യത്തിനെ അല്ലാഹു എഴുന്നേൽപ്പിച്ചിരുത്തുമത്രേ. എഴുന്നേറ്റങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മയ്യത്തിന്റെ ഖബറിന്റെ അരികത്ത് നിന്ന് ഓരോരുത്തരും അവരിങ്ങനെ നടന്ന് സലാം ചൊല്ലി, അവർക്ക് അവസാനമായി ഒരു സലാം ചൊല്ലി നടന്നു നീങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യഅരിഫു യഅരിഫു നിആലഹും, അവരുടെ ചെരുപ്പിന്റെ അടിയുണ്ടല്ലോ, അവർ നടക്കുന്ന ഓരോ ചുവടുവെപ്പുമുണ്ടല്ലോ, അത് മുഴുവനും കേൾക്കാനുള്ള തൗഫീഖ് അല്ലാഹു ആ മയ്യത്തിന് നൽകും. അവനിങ്ങനെ യഖൂദു ഇരിക്കും, എന്നിട്ടിങ്ങനെ കേൾക്കും. എല്ലാവരും എന്നെ വിട്ടിട്ട് പോവുകയാണോ, എല്ലാവരും എന്നെ വിട്ടിട്ട് പോവുകയാണോ എന്ന് ഒറ്റയ്ക്കിരുന്ന് വേവലാതിപ്പെടുമ്പോൾ അവന്റെ ഖബറാണ്, അവന്റെ കുഴിയാണ്, അവന്റെ ഖബറാണ് ആദ്യമായി അവനോട് സംസാരിക്കുന്നത്. ആദ്യമായി മുൻകർ നക്കീർ വരുന്നതിന് മുമ്പേ ഈ ഖബർ അവനോട് സംസാരിക്കുമത്രേ. ഹുഫ്റത്തുഹു, തന്റെ കുഴി. എന്താ പറയാ വൈഹക് വൈഹക് യബ്ന ആദം, ആദമിന്റെ മോനെ നിനക്ക് നാശം, ആദമിന്റെ മോനെ നിനക്ക് നാശം, ആദമിന്റെ മോനെ നീ നശിച്ചത് തന്നെ, നീ നശിച്ചു പോകട്ടെ. വൈഹക് വൈഹക് ലൗ ഹുദ്ദിർതനി, എന്നെ കുറിച്ച് നിന്നോട് ആരും പറഞ്ഞു തന്നില്ലേ, എന്നെ കുറിച്ച് ആരും നിന്നോട് ഓർമ്മിപ്പിച്ചില്ലേ, താക്കീത് ചെയ്തില്ലേ? എന്റെ ഞെരുക്കത്തെ സംബന്ധിച്ച്, എന്റെ ഇടുക്കത്തെ സംബന്ധിച്ച് ആരും നിന്നോട് പറഞ്ഞു തന്നില്ലേ, ആരും നിന്നോട് പറഞ്ഞു തന്നില്ലേ? ഞാൻ നിന്നെ ഞെരുക്കും, ഞാൻ നിന്നെ വേദനിപ്പിക്കും. ഞാൻ ഈ ഖബറെന്ന് പറയുന്നത് ദൂതാണ്. ദൂതി, എന്റെ പുഴുവിനെ കുറിച്ച് നിന്നോട് ആരും പറഞ്ഞു തന്നില്ലേ? എന്റെ ഭയാനകതയെ കുറിച്ച് നിന്നോട് ആരും ഉണർത്തി തന്നില്ലേ? ഞാൻ പുഴുവാണ്, ഞാൻ പുഴുവാണ്, ഞാൻ പാമ്പാണ്, ഞാൻ ഭയാനകത നിറഞ്ഞ വീടാണ്, ഞാൻ ഭയങ്കരമായ വീടാണ്. ഞാൻ നിന്നെ ഞെരുക്കിക്കളയും, ഞാൻ നിന്നെ കത്തിക്കാൻ പോവുകയാണ്, ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ പോവുകയാണ്. എന്നെ കുറിച്ച് എത്ര പേര് നിന്നോട് ഉപദേശിച്ചിട്ടും എന്റെ സഹോദര നീ അത് കേൾക്കാതെ പോയത്, അതുകൊണ്ട് വൈഹക്, നിനക്ക് നാശമുണ്ടാകട്ടെ. ഇതാണ് ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സമ്മാനം. പുഴു, പാമ്പ്, തേള്, തീ, ഞെരുക്കം. ഖബർ പറയാൻ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച സമ്മാനം ഇതാണ്. എന്നിട്ട് ഖബർ ചോദിക്കും, എനിക്ക് വേണ്ടി നീ എന്താ കൊണ്ടുവന്നത്? ഖബറിന്റെ ചോദ്യം. എന്റെ മറുപടി പറയും സുഹൃത്തുക്കളെ, കുറെ റീത്ത് മോളി ഇരിപ്പുണ്ട്, പോയി എടുത്തോ. പറയാൻ പറ്റുമോ? അല്ലെ, എന്റെ സുഹൃത്തുക്കളും സ്വന്തക്കാരൊക്കെ പരിസരത്തെ കൊണ്ട് അതൊക്കെ പോയി എടുത്തോ. അങ്ങനെയാണ് പറയാൻ പറ്റുക? എനിക്ക് വേണ്ടി നീ എന്താ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഒന്നുമില്ല. ഖബറിന്റെ മുന്നിൽ നമുക്ക് മറുപടിയില്ല. അതുകൊണ്ട് ഓർത്തോ, ആ ഖബറിലേക്ക് പോയാൽ, ആ ഖബറിലേക്ക് കുറെ യുവാക്കൾ ഓടിയെത്തും, സുസ്മേരവതരന്മാരായി ഓടിയെത്തിക്കൊണ്ട് നമ്മെ സമാശ്വസിപ്പിക്കുമെങ്കിൽ ആരാണ് അക്കൂട്ടരെന്നറിയുമോ? അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകിയവരാണത്, അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകിയവരാണത്. ആ ഖബറിലേക്കുള്ള ജീവിതം, ഖബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതം, അവിടെ വരെ എല്ലാവരും കാണും. അത് കഴിഞ്ഞാൽ സല്യൂട്ട് അടിച്ചിട്ട് എല്ലാവരും അങ്ങോട്ട് പോകും. പിന്നെയായി നീയും അള്ളാഹുവും മലക്കുകളും തമ്മിൽ.